സ്വാഗതം. ഇത് കണ്ടോ, ഇതുപോലത്തെ റോസാപ്പൂക്കൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ഡീപ്പ് റെഡ് റോസ് അല്ലേ. ഈ റോസയ്ക്ക് എന്തൊരു നല്ല സുഗന്ധമാണെന്നറിയാവോ. ഇത്തരം റോസകളൊന്നും ഇന്ന് എവിടെ ഇല്ല. കാരണം പഴയതൊക്കെ ആർക്ക് വേണം അല്ലേ. പുതിയ പുതിയ ബഡ് റോസുകൾ, വെറൈറ്റി കളേഴ്സ്, വെറൈറ്റി ആയിട്ടുള്ള എല്ലാം അല്ലേ ചൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് എത്രയോ റെയറാണ് ഈ പൂവ്. ഇത് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിനെയാണ് നമ്മൾ എഡ്വേർഡ് റോസ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം റോസുകൾ എല്ലാത്തിലും നിറച്ച് കമ്പാണ്, നിറച്ച് മുട്ടാണ്. ഇതുണ്ടായാൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ മുട്ട് വിരിഞ്ഞപ്പോൾ ഇത് കണ്ട് ഇത്രയും പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പൂവ് ഇത് വിരിഞ്ഞു കഴിഞ്ഞതാണ്, ഇതും വിരിഞ്ഞു കഴിഞ്ഞതാണ്, ഇതും വിരിഞ്ഞു കഴിഞ്ഞു, ഇതും വിരിഞ്ഞു കഴിഞ്ഞു. ഇനി 1 2 3 4 5 6 ഇനി 8 മുട്ട് ഇതിൽ വിരിയാനുണ്ട്. ഈ 8 മുട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണം വിരിഞ്ഞു, ഇനി 2 എണ്ണം വിരിയാനുണ്ട്. ഈ 8 മുട്ടും വിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച്, ഞാനീ പിടിച്ചിരിക്കുന്നിടത്ത് വെച്ച് കട്ട് ചെയ്യണം. ഇതിൻ്റെ ഈ മുട്ട് പുറപ്പെട്ടിരിക്കുന്ന ആ ബെഡിന് താഴെ വെച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോഴാണ് ആ റോസ വീണ്ടും കിളിർത്ത് വീണ്ടും പൂവുണ്ടാകുന്നത്. ചിലരത് കട്ട് ചെയ്യില്ല, അതുകൊണ്ട് ആ റോസ ഉണങ്ങിപ്പോവും. ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ കഴിഞ്ഞ മാസം കട്ട് ചെയ്തതാണ്. ഇതിൽ കണ്ടോ 3 മുട്ട്, ഒരു മുട്ട് 2 ദിവസത്തിനകം വിരിയും, 2 എണ്ണം പിന്നെ വിരിയാനുണ്ട്. ഇതിലും ഒരു മുട്ടുണ്ട്. ഇത് കണ്ടോ സൂപ്പറായിട്ട് നാളെ വിരിയും. പിന്നെ 3 മുട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടുകളെല്ലാം വിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നല്ല സമയമാണ്. അപ്പോൾ കുറച്ച് കമ്പുകളൊക്കെ മുറിച്ച് നട്ടാലും നല്ലതാണ്. ഇതാണ് സൂപ്പർ പരിപാടി. ഇത് കണ്ടോ, ഇത് എഡ്വേർഡ് റോസിൻ്റെ മുട്ടുകളാണ്. ഈ എഡ്വേർഡ് റോസിൻ്റെ മുട്ടുകളാണ് ഞാൻ മുറിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ തന്നെ 3 എണ്ണം ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ഈ റോസ, ഇതെല്ലാം ഞാൻ മുറിച്ച് വിട്ടത് കൊണ്ടാണ്. കണ്ടോ, എല്ലാത്തിൻ്റെയും ടോപ്പ് ഒരേ ഹൈറ്റിൽ, എല്ലാവർക്കും നിറയെ മുട്ടുകൾ. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ഈ റോസിൻ്റെ അരികെ കൊണ്ടുവരാം. അപ്പോൾ ഈ മുട്ടുകളെല്ലാം പൊഴിഞ്ഞ് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും. കണ്ടോ, ഇത് ഒരു പൂ വിരിഞ്ഞു, ഇനി 2 എണ്ണം വിരിയാനുണ്ട്. അപ്പോൾ റോസയെ എങ്ങനെ പരിചരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. റോസ സമയാസമയത്ത് പ്രൂൺ ചെയ്യണം. എന്തിനാണ് പ്രൂൺ ചെയ്യുന്നത്? ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതാണ്, കണ്ടില്ലേ ഇത്. അപ്പോൾ അതിൻ്റെ താഴത്തെ ആക്സിലിൽ നിന്ന് ഒരു ബഡ് പുറപ്പെടും. എന്താണ് ആക്സിൽ? ആക്സിലെന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാം. ഇതൊരു ലീഫ് കണ്ടോ, ഈ ലീഫിൻ്റെ ഈ കക്ഷം, നമ്മൾ കക്ഷം എന്ന് പറയല്ലേ, കയ്യിൻ്റെ ഈ ഭാഗത്തിന് കക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീഫിൻ്റെ കക്ഷം, അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലീഫിൻ്റെ കക്ഷം, അതാണ് ആക്സിൽ. ഈ ആക്സിൽ ഇപ്പം ഞാൻ ഈ ലീഫ് ഇങ്ങനെ പറിച്ചെടുത്താൽ ഇതിൻ്റെ ആക്സിലിൽ ഒരു ബഡുണ്ട്. ആ ബഡിന് ആക്സിലറി ബഡ് എന്ന് പറയും. ആക്സിലറി ബഡ് എന്ന് പറഞ്ഞാൽ ആക്സിലിനകത്തിരിക്കുന്ന ബഡ്. ഈ അറ്റത്തൊരു ബഡുണ്ട്, അതിന് ടെർമിനൽ ബഡ് എന്ന് പറയും. അപ്പോൾ 2 തരം ബഡുണ്ട്. ആക്സിലിനകത്തിരിക്കുന്നത്, ലീഫിൻ്റെ കക്ഷത്തിനകത്തിരിക്കുന്നതും ലീഫിൻ്റെ സ്റ്റെമ്മിൻ്റെ ടിപ്പിലിരിക്കുന്നത് ടെർമിനൽ ബഡ്, അത് ഫ്ലവർ ഉണ്ടാക്കും. ലീഫിൻ്റെ ആക്സിലിരിക്കുന്നത് ബ്രാഞ്ച് ഉണ്ടാക്കും. അപ്പോൾ മുമ്പോട്ട് വളരുന്നത് ടെർമിനൽ ബഡ് വഴിയാണ്. ഇത് കണ്ടോ, റോസ എന്നെ പിടിച്ച് വലിക്കുക. ഇത് കണ്ടോ, ഈ സ്റ്റെമ്മിൽ ഇത്രയും ലീഫുണ്ട്. ഓരോ ലീഫും ആക്സിലുണ്ട്, അതിനൊരു ബഡുണ്ട്. ഇതിന് അറ്റത്തൊരു ബഡുണ്ട്, ടെർമിനൽ ബഡ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരാനും പുഷ്പിക്കാനും ഉപകരിക്കും. ആക്സിലറി ബഡ് ബ്രാഞ്ച് ഉണ്ടാക്കാനുള്ള. എന്നാൽ ആക്സിലറി ബഡിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാവോ? ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ആക്സിലറി ബഡിൽ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇത് ടെർമിനൽ ബഡിലാണെന്ന് മാത്രം. ഞാൻ ആക്സിലറി ബഡിൽ ഫ്ലവർ ഉണ്ടാകുന്ന 1-2 പ്ലാന്റ് കൂടെ ഇന്ന് തന്നെ നിങ്ങളെ കാണിക്കാം. അപ്പം റോസിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഈ റോസ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ പൂ വിരിഞ്ഞു കഴിയുമ്പം അടുത്ത ദിവസം നിങ്ങളെ ഇവിടെ തന്നെ കാണിക്കാം. നമുക്കെന്തെങ്കിലും മനസ്സിനൊരു ഭാരമോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ, ഇച്ചിരി ഒരു സുഖമില്ലാത്ത പോലെ ഒരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുമ്പം ഇറങ്ങി നമ്മുടെ ഈ ഗാർഡനിലോട്ടൊക്കെ വരണം. ഇതുപോലെ പുഷ്പിണികളായി നിൽക്കുന്ന ഈ പൂക്കളുടെ അടുത്തേക്ക് വന്നാൽ, ഈ റോസയുടെ അടുത്ത് വന്നാൽ തന്നെ എന്തൊരു ആനന്ദമാണ് മനസ്സിന്. വേണ്ടോ ഈ പൂവ്? ഇതാണ് ഏറ്റവും കൂടുതൽ സ്മെല്ലുള്ള എഡ്വേർഡ് റോസ്. കണ്ടോ, ഈ എഡ്വേർഡ് റോസിൻ്റെ ഈ ഒറ്റ കൊലയിൽ
എത്ര പൂവാന്ന് നോക്ക്. ഒരു പൂവ്, ഇത് നാളത്തേക്കുള്ളത്, ഇത് ഇന്നലത്തേത്, ഇത് യെസ്റ്റർഡേ, ഇത് ടുഡേ, ഇത് ടുമാറോ അല്ലേ. പിന്നീട് 7 ബഡ്. ഈ 7 ബഡും വിരിയും. ഒരു 7 ദിവസം കൊണ്ട് വിരിയും. അടുത്ത് കണ്ടോ, ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 എണ്ണം ഇന്നലെ വിരിഞ്ഞ് തീർന്നു. അപ്പോൾ വിരിഞ്ഞ് തീർന്നതിന് നമ്മൾ ഇതുപോലെ പറിച്ച് മാറ്റണം. ഇത് ഒരെണ്ണം വിരിഞ്ഞ് തീർന്നു, 2 മുട്ടുകളുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ മുട്ടുകളുടെ എല്ലാം സമാഹാരങ്ങൾ ഇവിടെ വിരിഞ്ഞ് കഴിഞ്ഞു. ഈ മുട്ടെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ വെച്ച് ഈ മുട്ടുകൾക്ക് തൊട്ട് താഴെ വെച്ചിത് കട്ട് ചെയ്ത് കളയണം. അന്നേരം വീണ്ടും ഇത് അടിയിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്യും. ഇവിടുന്ന് ആക്സിലറി ബഡിൽ നിന്ന് സ്പ്രൗട്ട് ചെയ്ത് ചെടി വളരും. അപ്പോൾ ഒരു ചെടിയെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അടുത്തൊരു ദിവസം ഇതിപ്പോൾ ടെർമിനൽ ഫ്ലവർ അല്ലേ, ആക്സിലറി ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ബഡ്, എന്താണ് ബഡിൻ്റെ ജോലി, എന്തുകൊണ്ടാണ് ബഡിങ് നടത്തുന്നത്. അപ്പോൾ ഈ ബഡിനകത്ത് ആണ് വളരാനുള്ള ആ മുകുളം ഇരിക്കുന്നത്. അപ്പോൾ ആ മുകുളം എടുത്ത് വേറൊരു പ്ലാന്റിലോട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനാണ് ബഡിങ് എന്ന് പറയുന്നത്. ഇനി അല്പം ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ഈ ബഡിങ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ.